നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധി മൗണ്ടൻ മാൻ ദശരഥ് മാഞ്ചിയുടെ മകൻ ഭഗീരഥ് മാഞ്ചിയെയും കുടുംബത്തെയും കാണുകയും വനിതകളുടെ ഒരു സഭയെ അഭിസംബോധന ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. അവിടെ തൻ്റെ കഥ പറയാനെത്തിയ റിയ എന്ന കൊച്ചുമിടുക്കിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറൽ ആയതാണ്. റിയ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുവദിച്ച സമയം കഴിഞ്ഞുപോയി, അതുകൊണ്ട് വേഗം ചുരുക്കണം എന്ന് സംഘാടകർ ആവശ്യപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി അത് കുഴപ്പമില്ല, മുഴുവനും പറയുന്നത് കേൾക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇൻസ്പയറിംഗ് ആയിരിക്കും റിയയുടെ കഥ എന്ന് ഊഹിക്കാമല്ലോ. ആ വൈറൽ വീഡിയോ മലയാളത്തിൽ നമുക്ക് കാണാം. എൻ്റെ പേര് റിയ പാസ്വാൻ എന്നാണ്. ഞാൻ ബീഹാറിലെ ഏറ്റവും വലിയ ചേരി പ്രദേശത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ശക്തിയാലാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ശക്തി അഭിയാന്റെ ബലത്തിലാണ്. ഒരു നേതാവോ MLA-യോ മറ്റാരെങ്കിലുമോ ഞാൻ ഇവിടെ വരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥലം ഏറ്റവും വലിയ ചേരി പ്രദേശമാണ്. അവിടെ വലിയ പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ്. അതുപോലെ അവിടെ താമസിക്കുന്നവർ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവിടെ വലിയ പട്ടിണിയും തൊഴിലില്ലായ്മയും ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിരിക്കുന്നിടത്ത്, ഞങ്ങൾ താമസിക്കുന്നിടത്ത് മോറിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, ഒരു ഇസ്കോൺ ടെമ്പിളും ഉണ്ട്. ഇതൊക്കെയായിട്ടും ഞങ്ങളുടെ ചേരിയിലുള്ള സിസ്റ്റം ഒരു തരത്തിലും നല്ലതല്ല. നല്ല വിദ്യാഭ്യാസം നൽകുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. പൂർണ്ണമായും പട്ടിണി നിറഞ്ഞ ജീവിതമാണ് ഞങ്ങളുടേത്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, എപ്പോഴാണ് ഇസ്കോൺ ടെമ്പിൾ അവിടെ നിർമ്മിച്ചത് എന്ന്. അത് നിർമ്മിച്ചിട്ട് കുറച്ചു കാലമായി എന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായി നിർമ്മിച്ചതാണോ? അധികകാലം ആയില്ല. അതിനാൽ പുതുതാണെന്ന് പറയാം. എത്ര വലിയതാണ്? വളരെ വലിയതാണ്. അവിടെ വളരെയധികം ആളുകൾ പോകുമോ? അതെ, ഇത് ഞങ്ങളുടെ വീടിന്റെ മധ്യത്തിലാണ് എന്ന് പറയാം. 2 മിനിറ്റ് അകലെ മാത്രമാണ്. മുനിസിപ്പൽ കോർപ്പറേഷനും വെറും 2 മിനിറ്റ് അകലെ മാത്രമാണ്. പാറ്റ്ന ജംഗ്ഷനും വെറും 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഇതൊക്കെ ആയിട്ടും ഞങ്ങളുടെ ഏരിയയിലെ പ്രശ്നങ്ങൾക്ക്, തൊഴിലില്ലായ്മ, കുറ്റകൃത്യങ്ങൾ ഒക്കെ ഓപ്പൺ ആയാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്ന സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ അവരുടെ ഒപ്പം നിന്നു, ധർണ നടത്തി, സോഷ്യൽ മീഡിയയിലൂടെ ശബ്ദമുയർത്തി. അപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷൻ തുറന്നത്. ഇസ്കോൺ ടെമ്പിൾ വന്നതിനെ തുടർന്ന് അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചോ? എന്തുണ്ടാകാനാണ്? ഞങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. അവർക്ക് എത്രമാത്രം സ്ഥലമാണ് അവിടെയുള്ളത്? അത് ചിന്തിക്കാനാവാത്ത അത്രയും വലുതാണ്, വളരെ വലിയതാണ്. അത് മുൻപ് ആരുടെ സ്ഥലമായിരുന്നു? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. സർക്കാരിന്റെ സ്ഥലമായിരുന്നു ആയിരിക്കാം. മാസം 2500 രൂപ വീതം പാവപ്പെട്ട വനിതകൾക്ക് നൽകുന്നത് ഗുണം ചെയ്യുമോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആ 2500 രൂപയുടെ പദ്ധതി കൊണ്ട് പ്രയോജനം ഉണ്ടാവും. കാരണം അടിച്ചുതൊളി ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്തിട്ട് പോലും 2500 രൂപ പോലും മാസം സമ്പാദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തുക ലഭിച്ചാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ സഹായകമാകും. വീട്ടിൽ അടുപ്പ് കത്തുന്നതിന് അത് സഹായിക്കും. കുട്ടി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് താങ്കളെ പോലെ വളരെ നല്ല നേതാവാകാനാണ് ആഗ്രഹം. കുട്ടി നല്ലതുപോലെ പ്രസംഗിക്കുന്നുണ്ട്. താങ്കളെ പോലെ ഞാനും കല്യാണം ഒന്നും കഴിക്കാതെ നല്ല ഒരു നേതാവായി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം. കാരണം സത്യ അഭിയാനിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് നിർത്താൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് അത് പ്രശ്നമല്ല, മുഴുവനും പറഞ്ഞു തീർക്കൂ എന്നാണ്. മുൻപ് എനിക്ക് രാഷ്ട്ര സേവനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ താങ്കൾക്ക് സമയം ഇല്ലാത്തതിനാൽ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും പറയുകയാണ്, എനിക്ക് സമയമുണ്ട്, പറയാനുള്ളത് മുഴുവനും പറയൂ എന്ന്. ഓർത്തു നോക്കണം, വളരെയേറെ തിരക്കുകളുള്ള ആളായിട്ടും ചേരിയിൽ നിന്ന് വന്ന ആ കുട്ടിയുടെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സമയം ഇല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് സമയമുണ്ട്, മുഴുവനും പറയൂ എന്ന് പറയുന്നത്. എത്ര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഇത്തരത്തിൽ? വളരെ ചുരുക്കം എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, എന്നാൽ ശരി, ആ കുട്ടിക്ക് എത്ര സന്തോഷമായി എന്ന് കണ്ടോ? ഭാവിയിൽ ആ കുട്ടി ഒരു മികച്ച നേതാവായി കഴിയുമ്പോൾ
രാഹുൽ ഗാന്ധിയുടെ ഈ സമീപനവും പെരുമാറ്റവും ജീവിതത്തിൽ പകർത്തുമെന്നും നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിലൂടെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ആളുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് വനിതകൾ. എന്നാൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചേരി പ്രദേശത്ത് നിന്ന് എൻ്റെ കൂടെ വലിയൊരു ടീമുണ്ട്. സത്യ അഭിയാനിന്റെ കാരണത്താലാണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. ഇപ്പോൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് എത്തും. വളരെ നല്ല കാര്യമാണെന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്. അവസാനമായി ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പാട്ട് ഗേൾ എന്നാണ്. പാട്ട് ഗേൾ എന്നാണ് ആളുകളുടെ ഇടയിൽ ഞാൻ അറിയപ്പെടുന്നത്. കാരണം ഒരു പൊതുപരിപാടി നടന്നിരുന്നു. അതിൽ IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വളരെയേറെ അധികാരികൾ എത്തിയിരുന്നു. അവിടെ സ്റ്റേജിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചു. സർക്കാർ പല സാധനങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 20-25 രൂപയുടെ ഒരു പാഡ് നൽകാൻ കഴിയാത്തത്? ഈ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവർ അപമാനിച്ചു. എന്തുകൊണ്ടാണ്? അവർ എന്താണ് പറഞ്ഞത്? ആ മാഡം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഒരു പാഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നു, നാളെ നിങ്ങൾ നല്ല ഷൂ വേണമെന്ന് ആവശ്യപ്പെടും, അതിനുശേഷം ഗർഭനിരോധന ഉറ വേണമെന്ന് ആവശ്യപ്പെടും. ഈ വീഡിയോ വളരെയേറെ വൈറൽ ആവുകയും ആ മാഡത്തിന് ഞങ്ങളോട് മാപ്പ് പറയേണ്ടി വരികയും ചെയ്തു. എത്ര വൃത്തികെട്ട ഉദ്യോഗസ്ഥയാണ് അവർ എന്ന് ഓർക്കണം. ഈ പാവപ്പെട്ട ചേരിയിൽ താമസിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായ സാനിറ്ററി നാപ്കിൻ നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാളെ നിങ്ങൾ ഗർഭനിരോധന ഉറ വരെ വേണമെന്ന് ആവശ്യപ്പെടും എന്ന് പറഞ്ഞ് അവരെ അപമാനിച്ചെങ്കിൽ അവർ ഒന്നും ഒരു സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യയല്ല. പക്ഷേ ഇത് മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരിന്റെ സംസ്ഥാനം ആയതിനാൽ ഇതും ഇതിനപ്പുറവും പറയാൻ ഉദ്യോഗസ്ഥർ മടിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അവർ എന്നോട് മാപ്പ് ചോദിച്ചു. നിതീഷ് കുമാറിന് വരെ ഇതിന് മറുപടി നൽകേണ്ടതായി വന്നു. എങ്ങനെയാണ് പെൺകുട്ടികളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്ന്. സോഷ്യൽ മീഡിയയിലെല്ലാം എനിക്ക് വളരെയേറെ സ്നേഹം ഇതിലൂടെ ലഭിച്ചു. ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിച്ചു. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 50,000-ൽ-അധികം ഫോളോവേഴ്സ് ഉണ്ട്. എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ വളരെയേറെ താല്പര്യപ്പെടുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തും. കുട്ടിയുടെ വാക്കുകൾ കേൾക്കാനായതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കും താങ്കളെ കാണാനായതിൽ വളരെ സന്തോഷമുണ്ട്. ഡൽഹിയിൽ വെച്ചും താങ്കളെ കാണാൻ കഴിഞ്ഞു. അന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല. വളരെയേറെ കുട്ടികൾക്ക് പ്രചോദനമാവേണ്ടതാണ് വളരെ പിന്നോക്കം നിൽക്കുന്ന ചേരിയിൽ നിന്ന് വരുന്ന ഈ ദളിത് പെൺകുട്ടിയുടെ കഥ. എന്നെ കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്രയും പിന്നോക്കം ആയ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടിയുടെ കഥ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.